ഒരു നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ. ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറയെ തീരുമാനിക്കുന്നത് അത് ഏത് രീതിയിലായിരിക്കണം, അതെന്തായിരിക്കണം, അതിൻ്റെ ഡെപ്ത് എന്തുമാത്രം ഉണ്ടായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എപ്പോഴും സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ നിർമ്മിതി പണിതുയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ഭൂമിക്ക് അതിൻ്റെ ലോഡിനെ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് എന്തുമാത്രം ലോഡ് എടുക്കും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ രീതിയും ഫൗണ്ടേഷൻ്റെ ഡെപ്തും എല്ലാം തന്നെ തീരുമാനിക്കുന്നത്. ഒരു ഫൗണ്ടേഷൻ്റെ മിനിമം ഡെപ്ത് എന്ന് പറയുന്നത് മണ്ണിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയും അതോടൊപ്പം തന്നെ സോയിലിൻ്റെ ഫ്രിക്ഷനും ആ മണ്ണിൻ്റെ തന്നെ ഡെൻസിറ്റിയെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ കൃത്യമായി തന്നെ നമ്മൾ ഒരു നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ആ ഭൂമിയുടെ ഘടനയെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു വീടൊക്കെ പണിയുമ്പോൾ ആ സ്ഥലം അല്ലെങ്കിൽ ആ സൈറ്റ് ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഭൂമിയുടെ ഘടനയും, നിങ്ങളവിടെ ഒരു ഓപ്പൺ വെല്ല് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഭൂമിയിൽ ഒരു ഓപ്പൺ വെല്ല് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നോക്കി തന്നെ നമുക്ക് ആ ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ കഴിയും. അതല്ല എങ്കിൽ നമുക്കൊരു ട്രയൽ പിറ്റ്, ഈ സോയിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയുടെ ഇൻസ്പെക്ഷൻ്റെ ഒരു പ്രാഥമിക രീതിയാണ്. നമുക്കൊരു ട്രയൽ പിറ്റ് എടുത്ത് നോക്കിയാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വലിയൊരു ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സോയിൽ ടെസ്റ്റ് നടത്തണം. അതൊരു സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റിൻ്റെ സഹായം തേടണം. അങ്ങനെ കൃത്യമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷനെ തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയധികം പണം മുടക്കി ഒരു ബിൽഡിങ് പണിയുമ്പോൾ കൃത്യമായും അതിൻ്റെ ഫൗണ്ടേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ എല്ലാ വരുന്ന ലോഡിനെയും ഈ ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ആ സോയിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും ആ സോയിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടും നാം ചിലവഴിക്കുന്ന തുക ഒരിക്കലും അതൊരു പാഴായി പോകുന്ന ഒന്നല്ല എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുക.